ഹലോ, ഇതെൻ്റെ മോർണിംഗ് പ്രെയറൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് മുമ്പേ ഒരാൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററാണ്, 2 ദിവസമായി നാട്ടിൽ നിന്ന് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അവൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഫ്രീ ആയിട്ടാണ്, എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ ഞാൻ പിന്നെ അത് വേഗം ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൊരു കുർത്തയുടെ പീസാണ്. അപ്പോൾ ഇതിന് എനിക്ക് എൻ്റെ സിസ്റ്ററിലോ തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ആ ഒരു അജ്രക് പ്രിൻറ്റിൽ വരുന്ന എനിക്കിഷ്ടമുള്ളൊരു ഫേവറേറ്റ് ബ്ലൂവിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ലേസ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു കുർത്ത ചെയ്യാമെന്നാണ് കേട്ടോ. ഇപ്പോൾ ഒരു സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു വൈഡ് ലൂസിൽ വരുന്നൊരു കുർത്തയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വിത്തൊരു കോളർ ബേസാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ലേസ് എടുത്തു. അപ്പോൾ റെഡ് ലേസ് എടുത്തപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആ ഒരു മെറൂണിലേക്ക് തീരെ മാച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു മിറർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ലേസ് വെച്ചിട്ടാണ് ഈ ഒരു കുർത്ത ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുർത്തയുടെ ഫുൾ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന പലരും ഉണ്ടാവും, പല ഹോം മേക്കേഴ്സും അങ്ങനെ ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ ഗേൾ ബേബിയൊക്കെ ഉള്ളവർ പലരും ട്രൈ ചെയ്യലുണ്ട് വീട്ടിലിരുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതുപോലെ സ്വന്തം കുർത്താസൊക്കെ സ്വയം ചെയ്തെടുക്കുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു കോളർ അറ്റാച്ച് ചെയ്യാം, അതുപോലെ തന്നെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു സ്ലീവിന് എങ്ങനെ ഡിസൈൻ കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റ് ഏരിയാസ് പെട്ടെന്ന് കീറിപ്പോവാണ്ട് നിൽക്കാനും, അതുപോലെ തന്നെ ഓപ്പണായിട്ട് ഭയങ്കര വൈഡായിട്ട് കിടന്നിട്ട് ആ ഒരു അൺകംഫർട്ട് വരാതിരിക്കാനും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വൈഡിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു ബേസ് ഏരിയ കിടക്കാനും, അതുപോലെ തന്നെ ബോട്ടം പാർട്ട് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ചുരുണ്ടൊക്കെ പോകാറുണ്ടല്ലോ. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ആ ഒരു റൗണ്ട് കട്ട് എങ്ങനെ ഈ ഒരു ചുരുളൊന്നും വരാതെ നീറ്റ്ലി സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുപോവാം. പിന്നെ അതാ ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിതിൽ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോളർ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കുർത്തയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന നമ്മുടെ വീനെക്ക് കോളറാണ് നമ്മളിതിൽ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ സാധാരണ ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ 4 ഫോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഇതിന്ന് നമ്മുടെ ഈ ഒരു ഷോൾഡർ മാർക്ക് ചെയ്യില്ലേ, അവിടെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യില്ലേ, അവിടെ നമ്മൾ ഈ ഒരു 2 ഇഞ്ചാണ് സാധാരണ 2.5 ആണ് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യൽ. അവിടെ നമ്മൾ 4 ഇഞ്ച് എടുക്കുന്നുണ്ട്, കോളർ ഉള്ളത് കൊണ്ടാണ് 4 ഇഞ്ച് എടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഈ ഒരു നമ്മുടെ നെക്കിൻ്റെ ഡെപ്ത്ത് എന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത്ത് അത് വന്നിട്ട് നമ്മൾ നോർമലി നമ്മൾ 5.5 അല്ലെങ്കിൽ 6 ആണ് എടുക്കൽ. ഇവിടെ വന്നിട്ട് ഞാൻ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കോളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതാ ഒരു 1/2 ഇഞ്ച് നമ്മൾ എടുത്തിട്ടില്ല, ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള 8 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കോർണറില്ലേ, ആ കോർണറിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു 4 ഇഞ്ചിലെ ആ ഒരു മാർക്കിങ്ങിലേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ടൊരു ലൈനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ലൈനിൽ കൂടെയാണ് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ബാക്ക് പീസ് വന്നിട്ട് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ബാക്ക് നെക്ക് വിട്ട് കൊടുത്തിട്ട്, വിട്ടല്ല ഡെപ്ത്ത് കൊടുത്തിട്ട് ഇറക്കം ഒരു 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് 1/2 ഇഞ്ച് ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ഒരു വി കോളർ നെക്കാണ് നമ്മളിവിടെ മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നോർമൽ കുർത്താസ് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ ബാക്കി മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഷോൾഡർ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് ഒന്ന് സ്ലൈഡിങ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ബോട്ടം വന്നിട്ട് നമുക്ക് നല്ലൊരു വൈഡിൽ നിൽക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് കട്ട് കൊടുക്കുന്നതിനേക്കാളും ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ആ ഒരു കട്ടിങ്ങിൽ നമുക്ക് എങ്ങനെ പ്രോപ്പർലി സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്ലിറ്റ് ഏരിയ ആണ്. അപ്പോൾ ഒരു സമ്മർ ഫ്രണ്ട്ലി കുർത്താസൊക്കെ ചെയ്തെടുക്കുമ്പോൾ വൈഡായിട്ട് നമുക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് കട്ട് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരു എ ലൈൻ കട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ആ ഒരു കട്ടിങ്ങിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് എപ്പോഴും 3/4 ഇഞ്ചോ 1 ഇഞ്ചോ കൊടുത്താൽ തന്നെ മതിയാകും. നമ്മളിപ്പോൾ ഇതൊരു വിതൗട്ട് ലൈനിങ് ആയിട്ടുള്ളൊരു കുർത്തയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ആ ഒരു ഹിപ്പ് ഏരിയന്ന് നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പിൽ വരുന്നതും പിന്നെ ആ ഒരു സ്ലിറ്റ് വരുന്നതുമായിട്ടുള്ള ആ ഒരു സെൻറ്റർ പോർഷനിലെ അവിടെ ചെറിയൊരു കട്ടിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി വന്നിട്ട് നമ്മുടെ ബോഡി സീം അലവൻസിലെ ആ ഒരു സീം അലവൻസിലൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ആം ഹോൾ കട്ടിംഗ് ആണ്. അപ്പോൾ ബോഡി പാർട്ട് എപ്പോഴും നമ്മളൊരു 3/4 ഇഞ്ച് 1 ഇഞ്ച് സീം അലവൻസ് ആണ് ലീവ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു ആം ഹോളിൽ നമ്മളെപ്പോഴും ഒരു 1/4 ഇഞ്ച് മാത്രം സീം അലവൻസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിപ്പിൽ നിന്ന് നമ്മുടെ ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും ഈക്വലി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ആ ഒരു കറക്റ്റ് ഏരിയ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവാനൊക്കെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കുക. പിന്നെ ഷേപ്പൊക്കെ നല്ലോണം ഷേപ്പ് ആവശ്യമുള്ളവർക്ക് ആ ഒരു വേസ്റ്റ് ലൈൻ എത്തുമ്പോൾ അവിടെയും കൂടെ ഒരു കട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ലൂസിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ വന്നിട്ട് നമ്മുടെ നെക്ക് ഏരിയയിലുള്ള സെൻറ്റർ പോയിൻ്റ് ഇല്ലേ, അവിടെ വേണമെങ്കിലും നമുക്കൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എൻഡ് ടു എൻഡ് സ്റ്റിച്ചിങ് അല്ല ചെയ്യുന്നത്, സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ ബാക്ക് നെക്കിൽ ഒരു കട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് എപ്പോഴും ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി സിമ്പിളായിട്ടുള്ളൊരു കോളറാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി വന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഇങ്ങനൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ നെക്കിൽ. അപ്പോൾ ഇത് നമ്മൾ വിടർത്തി വയ്ക്കുമ്പോൾ ഒരു 1 ഇഞ്ച് ഡെപ്തിൽ വരുന്നതാണ്. ആ ഒരു 1 ഇഞ്ച് ആ കോർണേഴ്സ് ക്രിയേറ്റ് ആയിട്ടില്ല, അതിൻ്റെ രണ്ട് കോർണേഴ്സിലും 1/4 ഇഞ്ച് വീതം ഒരു മാർക്കിംഗ് ഇതുപോലെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് ആ ഒരു 1/4 ഇഞ്ച് ഒന്നൊരു ചെറിയൊരു കട്ടും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അവിടെ ജസ്റ്റ് ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്നും കൂടെ ഒന്നൊരു ക്ലോസപ്പ് വ്യൂവിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു കട്ടിങ്ങിൽ നമ്മൾ കോളർ ചെയ്യുമ്പോൾ സ്റ്റിച്ച് എത്താതെ നോക്കണം. ഇനി വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 2 കട്ടിങ് കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കോളർ മെഷർമെൻറ്റ് എങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഈസി വേ ആണ്. ആദ്യം നമ്മളൊരു 2 ഇഞ്ച് ലീവ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള മെഷർമെൻറ്റ് നമ്മൾ ആ ഒരു 2 ഇഞ്ച് ഓൺവേർഡ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കോർണർ ടു പിന്നെ നമ്മുടെ ഈ ഒരു ഷോൾഡർ വരെയുള്ള ഒരു മെഷർമെൻറ്റാണ് എടുക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു 4 ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടില്ലേ, ആ ഒരു 4 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡബിളാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 ഫോൾഡ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഡബിൾ. ഇപ്പോൾ ഞാൻ 15 കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ ഡബിൾ 30. അപ്പോൾ 30 ലെങ്ത്ത് വരുന്നൊരു പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ലെങ്തി പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു 30 ലെങ്ത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമുക്ക് 3.5 വിഡ്ത്തിൽ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 3.5 വരുന്നൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലെങ്ത്ത് വന്നിട്ട് 30 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അതെന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റാണ്. +2 ഇഞ്ച് വെച്ചിട്ടുള്ളൊരു മെഷർമെൻറ്റാണ് 30 എന്ന് പറയുന്നത്.
ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കോളറിലേക്ക് ഈ മിറർ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലേസാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ലേസ് കോളറിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കുർത്താസിൻ്റെ നെക്കിലോ കോളറിൽ വരുന്ന ആ ഒരു പോർഷനിലൊക്കെ ലേസ് അതുപോലെ പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പീസിൽ മാത്രം ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നെക്കൊന്ന് ജോയിൻ ചെയ്തെടുത്താലാണ് അതിൻ്റെ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു മിറർ മാത്രം ഒന്ന് ഷോ ആവുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ബേസിലെ ലേസിൻ്റെ ആ ഒരു ത്രെഡ് വരുന്ന പോർഷൻസ് അതൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ മിറർ മാത്രം ഒന്ന് പോപ്പപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു 30 ഇഞ്ച് പീസില്ലേ അതിലേക്ക് നമ്മൾ ക്ലോസ്ഡ് സൈഡിലേക്കാണ് ഈ ഒരു മിറർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ടിപ്പായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ കോളേഴ്സിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും കറക്റ്റായിട്ട് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാനിവിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിലും അതുപോലെ തന്നെ നമ്മൾ കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസിലും സെൻറ്റർ പോർഷനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമാണെങ്കിൽ ഇതുപോലെ നീഡിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് സ്ലിപ്പ് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സ്ലിപ്പ് ചെയ്യുന്ന ക്ലോത്തൊക്കെ ആണെങ്കിൽ കറക്റ്റ് എൻഡ് ടു എൻഡ് നമ്മൾ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ കോളർ ഹാഫ് സ്റ്റിച്ചിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാഫ് സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് കോളറിൻ്റെ സെൻറ്റർ ടു ഫ്രണ്ടിൽ ഇറക്കത്തിൻ്റെ ആ ഒരു എൻഡ് വരെ സ്റ്റിച്ചിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻഡ് ഫിനിഷ് വരുമ്പോൾ ഈ ഒരു കോർണർ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് എൻഡ് ചെയ്യേണ്ടതാണ്. സെൻറ്ററിൽ വരുന്ന ഈ ഒരു കട്ട് പീസിലേക്ക് സ്റ്റിച്ചിങ് എത്താതെ വേണം ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള സൈഡില്ലേ ഓപ്പോസിറ്റ് സൈഡ് അതും ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ടു മറ്റേ എൻഡ് വരെയുള്ള ഒരു സ്റ്റിച്ചിങ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിൽ കാണിക്കുന്ന പോലെ തന്നെ കോളർ ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുള്ള ഏരിയ ആണ്. ഇനിയിപ്പോൾ ആ ഒരു സെൻറ്റർ പോയിൻ്റില്ലേ അത് വെച്ചിട്ട് നമ്മൾ രണ്ട് കോളറും രണ്ട് സൈഡും ഇതുപോലെ നിവർത്തിയതിന് ശേഷം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സെൻറ്റർ പീസ് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നല്ല നീറ്റ് ഫിനിഷ് ലുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ മേലക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കാണിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിൽ നല്ല ഫിനിഷിങ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എൻഡിൽ കോർണറിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിത് അതിൻ്റെ മേലെ കൂടെ ഒന്ന് പതിച്ച് അടിച്ചിട്ടുണ്ട്. അത്രയും ചെയ്താൽ തന്നെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ഫിനിഷിങ്ങിലുള്ള കോളർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും സ്റ്റിച്ചിങ്ങൊക്കെ വളരെ സിമ്പിളാണ്. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റ് ആൻഡ് ഫിനിഷായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള കോളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ നേരത്തെ നമ്മുടെ കോളറിൻ്റെ കട്ട് പീസ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ലൊരു ഇങ്ങനെ വരുന്ന കോളറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങനെ വിടർന്ന് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒന്ന് പതിഞ്ഞ് കിടക്കുന്ന ഒരു കോളർ ആയതുകൊണ്ട് തന്നെ ഒരു ക്യാൻവാസ് കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കോളറിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മൾ സ്ലീവിലും കൂടെ ഈ ഒരു മിററിൻ്റെ വർക്കൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ത്രെഡ് കാണിക്കാത്ത രീതിയിലാണ് ഈ ഒരു മിറർ മാത്രം ഷോപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ത്രെഡിൻ്റെയും മിററിൻ്റെയും സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മിറർ മാത്രമായിട്ടാണ് വിസിബിളായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു 5 to 6 ഇഞ്ച് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ നിന്ന് 5 to 6 ഇഞ്ച് മേളിലേക്കൊരു മിറർ അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെയിം നമ്മൾ ഈ സ്ലീവിൻ്റെ എൻഡിലും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവ് എന്ന് പറയുന്നത്. അപ്പോൾ
ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ എൻഡ്. ഇനി ഇത് വന്നിട്ട് ഇങ്ങനെ നിവർത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു പതിഞ്ഞ സ്റ്റിച്ചും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റഡി ആയിട്ട് തന്നെ അവിടെ കിടന്നോളും. നമുക്ക് വിസിബിളായിട്ട് ഉണ്ടാവുക ആ ഒരു മിറർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ലേസ് കൊടുക്കാവുന്നതാണ്. സെൻട്രൽ പോർഷനിലോ അല്ലെങ്കിൽ എൻഡിൽ മാത്രമായിട്ട് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻഡിലും കുറച്ചൊരു 5 to 6 ഇഞ്ച് മുകളിലോട്ടും ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെയുള്ള കോട്ടൺ കുർത്താസിലൊക്കെ നല്ലൊരു പോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണം, എന്നാൽ അധികം വർക്കൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഇതുപോലെയുള്ള ചെറിയ മിറേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു എലഗൻറ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള അജ്രക് ക്ലോത്തിലൊക്കെ നമുക്ക് ലേസും വേറെ കാര്യങ്ങളൊക്കെ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും ബെറ്ററായിട്ടുണ്ടാവുക ഈ ഒരു ചെറിയ മിറർ അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ അതുപോലെയുള്ള മിറർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് സെപ്പറേറ്റ് മിറേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോ മിററും തുന്നി പിടിപ്പിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ സിമ്പിളാണ് ഇതുപോലെയുള്ള മിറർ ലേസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ടിപ്പായിട്ട് ഷെയർ ചെയ്യുന്നത്, നമ്മൾ ഇതുപോലെയുള്ള സ്ലിറ്റ് തയ്ച്ചെടുക്കുമ്പോൾ നമ്മളിപ്പോൾ നോർമൽ റെഡിമെയ്ഡ് കുർത്താസൊക്കെ വാങ്ങുമ്പോഴും സ്ലിറ്റൊക്കെ പെട്ടെന്ന് കീറിപ്പോവാനും കൊളുത്തി വലിക്കുമ്പോഴൊക്കെ ആ ഒരു സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ റിമൂവായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സെക്യൂറായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്ലിറ്റൊന്നും കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ ചെറിയൊരു സ്ക്വയർ പീസ് എടുക്കുക, ഒരു 1.5 ഇഞ്ച് മെഷർമെൻറ്റ് വരുന്ന രീതിയിലുള്ളൊരു സ്ക്വയർ പീസ്, ഏകദേശം ആ ഒരു ഇതിലുള്ള സ്ക്വയർ പീസ് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ കാണിച്ച പോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഡ്ജ് ഫിനിഷ് ആവാത്ത എഡ്ജ് പുറത്ത് വരാത്ത രീതിയിലൊരു ഫോൾഡിംഗ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു കുഞ്ഞു പീസില്ലേ അത് വന്നിട്ട് നമ്മൾ സ്ലിറ്റ് ചെയ്യുമ്പോൾ ബോക്സ് പീസ് വരില്ലേ നമ്മുടെ ആ ഒരു 2 സ്ലിറ്റിൻ്റെയും നെടുക്കുവശം, ആ ഒരു നെടുക്കുവശം അതിൻ്റെ നോൺ ഫെയർ സൈഡില്ലേ റോങ് സൈഡ്, ആ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ബോക്സ് ഫോം ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് ഈ ഒരു കുഞ്ഞു പീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു സ്ക്വയർ സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന പോലെ തന്നെ അതിൻ്റെ മേലെ കൂടെ ഈ ഒരു ബോക്സ് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ടേൺ ചെയ്ത് നോർമലി നമ്മളെങ്ങനെയാണോ സ്ലിറ്റ് തയ്ച്ചെടുക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2 ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന് പെട്ടെന്ന് നമ്മുടെ സ്റ്റിച്ച് കീറിപ്പോവാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ നടന്നൊക്കെ പോകുമ്പോൾ ഈ ഒരു സ്ലിറ്റ് നല്ല വൈഡായിട്ട് ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഒന്ന് ഒതുങ്ങി കിടക്കാനൊക്കെ ഈ ഒരു സ്റ്റിച്ച് കാര്യങ്ങളും ഈ ഒരു ടിപ്പ് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബ്രാൻഡഡ് കുർത്താസൊക്കെ വാങ്ങുമ്പോഴും പെട്ടെന്ന് തന്നെ ആ ഒരു സ്ലിറ്റ് ഏരിയാസ് കീറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് സെക്യൂറായി കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം തയ്ക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് സ്ലിറ്റ് തയ്ച്ചെടുക്കാനുള്ള സ്ക്വയർ പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോൾഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ ഒരു എഡ്ജ് പോർഷനൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം 4 സൈഡും ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ത്രെഡൊക്കെ റിമൂവായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ നൂലൊക്കെ പൊങ്ങി വരാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഇതുപോലെ റോങ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. ആ ഒരു സ്ലിറ്റിൻ്റെ സെൻറ്റർ പോർഷനില്ലേ അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അതിൻ്റെ 4 വശവും സ്റ്റിച്ച് വരുന്ന രീതിയിലൊന്ന് തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ 2 സ്ലിറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടത്തിൻ്റെ എൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. അപ്പോൾ എൻഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കട്ടിങ് കൊടുക്കുമ്പോൾ എൻഡ് ടു എൻഡ് ഫോൾഡ് ചെയ്ത് പിടിക്കാണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ബോട്ടത്തിൻ്റെ എൻഡിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനില്ലേ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് വേണം ഒരു എൻഡിലേക്കുള്ള ഫോൾഡിങ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു എൻഡ് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഫൂട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു സെൻറ്റർ പോർഷനില്ലേ
ഈ സെൻറ്റർ പോർഷനിലേക്ക് ഒന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് നമ്മുടെ സെൻറ്റർ പോർഷനിലേക്കുള്ള ഫോൾഡിങ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഒരു റിങ്കിൾ ഫോം ചെയ്യാതെ കിട്ടുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് നമ്മുടെ സെൻറ്റർ പോർഷൻ വരെ ഒന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് സെൻറ്റർ പോർഷൻ എത്തുമ്പോൾ ഈ ബാക്കി പോർഷനിലെ ബാക്കി എൻഡ് ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് നെക്സ്റ്റ് എൻഡിലേക്കുള്ള ഫോൾഡിങ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിലേക്കുള്ള സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ റൗണ്ട് ഷേപ്പൊക്കെ തയ്ച്ചെടുക്കുമ്പോൾ ചുരുളൊന്നും വരാതെ തന്നെ നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് എൻഡാണ്. നെക്സ്റ്റ് എൻഡ് ഇതാ ഞാനിതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിവർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് സെൻറ്റർ ടു നെക്സ്റ്റ് എൻഡിലേക്കുള്ള ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തിട്ടുള്ള എൻഡും സെക്കൻഡ് എൻഡും സെയിം ആണെന്നുള്ളത് ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ രണ്ട് സൈഡ് ലെങ്ത്ത് കറക്റ്റ് ആവാനും അതുപോലെ തന്നെ ആ ഒരു സെമി സർക്കിൾ ഷേപ്പ് ഫോം ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാ കുർത്തയുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കുർത്തയുടെ ബോട്ടം പാർട്ടാണ്. അപ്പോൾ ആ ഒരു സെമി സർക്കിളിൽ കട്ട് ചെയ്തിട്ടുള്ള കുർത്ത റിങ്കിളൊന്നും വരാതെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ടിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സ്ലിറ്റ് ഏരിയ നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആൻഡ് സ്ട്രോങ് ആയിട്ട് കീറിപ്പോവാതെ പെട്ടെന്നൊന്നും കീറിപ്പോവാതെ അതുപോലെ ഒരുപാട് വൈഡായിട്ട് കിടക്കാതെ എങ്ങനെ നമുക്ക് സ്ലിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചെറിയൊരു ടിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്വയർ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് എല്ലാം ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് കോളർ ഏരിയ ആണ്. കോളർ നമുക്ക് എങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, വേറെ ഫോൾഡിംഗ് ഒന്നും ഇല്ലാതെ ഒരു ചെറിയ കട്ടിലൂടെ നമുക്ക് എങ്ങനെ നീറ്റായിട്ട് ഫ്രണ്ട് സൈഡൊക്കെ ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള മിറേഴ്സ് എങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം, പിന്നെ നമ്മൾ സ്ലീവിൽ എങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മിറർ ഡിസൈൻ കൊടുക്കുക എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ ഓരോ മിററും അറ്റാച്ച് ചെയ്തതിനേക്കാളും ഇതുപോലെയുള്ള ലേസൊക്കെ വെച്ചിട്ട് എങ്ങനെ ലേസ് ഷോ ആവുന്ന രീതിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതും കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് നമ്മുടെ സ്ലിറ്റാണ്. ഇനി നമ്മുടെ പാൻറ്റ് ഏരിയാസൊക്കെ വിസിബിൾ ആവാതെ കുറച്ചൊന്ന് കവർ ചെയ്തിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുർത്താസിൻ്റെ ഈ ഒരു സ്ലിറ്റ് കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യാതെ എ ലൈനുള്ള ആ ഒരു ഷേപ്പിൽ വേണം സ്ലിറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ നല്ല നീറ്റ് ആൻഡ് ഈസി ആയിട്ട് തന്നെ കുർത്താസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കുർത്താസൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ടൈം ഇങ്ങനെയുള്ള ടിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.